ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗുരുസ്വാമികൾ കണ്ണന്റെ വീട്ടിലേക്ക് കണ്ണനെ മാലയിടിപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ തന്നെ ഉണ്ണിക്കും ദുർഗയ്ക്കും അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. അവരാണെങ്കിൽ അത് പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്നും എന്തായാലും നിങ്ങളെ ആരെയും പുറത്താക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മലയ്ക്ക് പോകുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ മഹിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി തരണമെന്നും കൊല ചെയ്യാനുള്ള മനസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറയുമ്പോൾ ദുർഗയും ഉണ്ണിയും ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, അയാൾക്ക് പോകുന്ന വഴി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ അമ്മയെന്നൊക്കെ. അങ്ങനെ പൂജയും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണനാണെങ്കിൽ അറിയാതെ തന്റെ ഇടതുകാൽ ചലിപ്പിക്കുന്നുണ്ട്. ഈ സമയം മഹി അത് ശ്രദ്ധിക്കുന്നു. എന്തായാലും ശത്രുക്കളായിട്ടുള്ള ഉണ്ണിയും ദുർഗയും അത് കണ്ടു കഴിഞ്ഞു. മഹി അത് കാണുന്നുണ്ട്. അവൾക്കാണെങ്കിൽ പേടിയാവുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് മഹി അത് ശ്രദ്ധിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കണ്ണൻ അപ്പോഴാണ് അമളി പറ്റിപ്പോയ കാര്യം മനസ്സിലാവുന്നത്. കണ്ണനാണെങ്കിൽ തിരിഞ്ഞ് ദുർഗയെയും ഉണ്ണിയെയും നോക്കുമ്പോൾ അവരാണെങ്കിൽ അത് അറിയാത്തതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ ദുർഗയ്ക്കും ഉണ്ണിക്കും നന്നായി തന്നെ ഡൗട്ട് തോന്നുന്നുണ്ട്, കണ്ണന്റെ ചലനശേഷി തിരികെ കിട്ടിയെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചെന്നൊക്കെ. അങ്ങനെ കുറേയേറെ പൂജകൾക്കൊടുവിൽ കണ്ണന് ആ ഗുരുസ്വാമികൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് മാലയിട്ട് കൊടുക്കുകയാണ്. എന്തായാലും തന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത്. മഹി വന്നപ്പോൾ അത് സാധിച്ചിരിക്കുന്നു. കണ്ണനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. മഹിയാണെങ്കിൽ അവനരികിൽ തൊഴുതു പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ദുർഗയ്ക്കും ഉണ്ണിക്കും അത് അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നീട് അവര് കണ്ണനോടും മഹിയോടും ചോദിക്കുന്നുണ്ട്, അല്ല, ഇടതുകളി ചലിക്കുന്നത് പോലെ തോന്നിയല്ലോ, അത് അമ്മയ്ക്ക് തോന്നിയതായിരിക്കുമെന്ന് കണ്ണൻ പറയുമ്പോൾ അവർക്കാണെങ്കിൽ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും മഹിക്കും കണ്ണനും കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. ഏകദേശം ചലനശേഷി തിരികെ കിട്ടിയത് അവർ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും അതൊക്കെ തന്നെ അയ്യപ്പസ്വാമിയുടെ കളികളായിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. എന്തായാലും ഉണ്ണി ഒട്ടും വഴുകാതെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കാനായിട്ട് പ്രതാപന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിൽ മാർക്കോ പറഞ്ഞതുപോലെ തന്നെ ആ ടെക്സ്റ്റൈൽസിലേക്ക് ജോലിക്ക് തിരികെ കയറാനായിട്ട് തീരുമാനിക്കുകയാണ്. സാഗറിനെയും കൂട്ടിയിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ സാഗറിനെയും മഞ്ജുവിനെയും കാണുമ്പോൾ തന്നെ ആ ടെക്സ്റ്റൈൽസ് ഉടമ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ വേഗം മഞ്ജുവിന് അരികിലേക്ക് വരുന്നുണ്ട്. എന്താടോ തന്റെ മനസ്സ് മാറാൻ കാരണം എന്നിങ്ങനെ സാഗറും മഞ്ജുവും ചോദിക്കുമ്പോൾ, എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. മോള് ആ മാർക്കോയുടെ പെങ്ങളാണെന്ന് പറയണ്ടായിരുന്നോ? എങ്കിൽ പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയാണ്, എന്റെ ഭാര്യയെ തൊട്ടത് പോട്ടെ, അതേപോലെ നീ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും അങ്ങനെയാണോ കാണുന്നത്? അവർക്കെല്ലാവർക്കും മാർക്കോ ആങ്ങളെയായിട്ടില്ല ഇല്ലല്ലോ. ഇനി മേലാൽ എന്റെ ഭാര്യയുടെ നേർക്കെന്നല്ല ഒരാളുടെ നേർക്കും നിന്റെ കൈ പൊങ്ങരുതെന്നൊക്കെ പറയുമ്പോൾ ആ ടെക്സ്റ്റൈൽസ് ഉടമ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ തെറ്റത് ഇനി ആവർത്തിക്കില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, മഞ്ജുവിനെ ഇനി ഞാൻ ശല്യപ്പെടുത്തില്ല. മഞ്ജുവിനെ എന്നല്ല, ആരെയും. പിന്നെ മറ്റൊരു കാര്യം കൂടിയും ഉറപ്പിച്ചു പറയാം, ഇനി ഇവിടെ മഞ്ജുവിന് സ്ഥിര ജോലിയാണ്. മറ്റാർക്കും ഇല്ലാത്ത ബെനിഫിറ്റുകൾ മഞ്ജുവിനുണ്ടാകും. അതുപോലെ ആരെയൊക്കെ പിരിച്ചുവിട്ടാലും മഞ്ജുവിനെ പിരിച്ചുവിടില്ല എന്നൊക്കെ പറയുമ്പോൾ സാഗറും മഞ്ജുവും ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും സാഗർ ആണെങ്കിൽ ചെറുതായിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, നമുക്ക് ജീവിക്കാൻ ഓരോരോ വഴികളായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അങ്ങനെ അവൾ സന്തോഷത്തോട് കൂടിയിട്ട് ജോലിയിലേക്ക് കയറുകയാണ്. അങ്ങനെ സാഗറും പ്രതീക്ഷയോട് കൂടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. കാരണം മാർക്കോ കാരണം വീണ്ടും അവർക്ക് ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ പ്രതാപനെയും കരുണയെയും മുത്തശ്ശിയൊക്കെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കരുണയാണെങ്കിൽ പണ്ടത്തേതുപോലെ തന്നെ ദേഷ്യത്തിലാണ്. അവളാണെങ്കിൽ ഉണ്ണിയോടൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്തായാലും മഹാലക്ഷ്മിയോടുള്ള വാശിയിലും ദേഷ്യത്തിലും ഉണ്ണിയാണെങ്കിൽ ആ കണ്ണൻ മാലയിട്ട കാര്യങ്ങളൊന്നും തന്നെ കരുണയോട് പറയുന്നില്ല. പിന്നീട് പ്രതാപനെയും മുത്തശ്ശിയെയും കണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണെന്ന് ഇങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ, ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി. എന്ത് ഉദ്ദേശത്തിലാണ് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ല. ആ കണ്ണനുണ്ടല്ലോ, അവൻ മാലയിട്ടോ. ഇത് കേട്ട് പ്രതാപൻ ചോദിക്കുകയാണ്, എന്ത് മാലയിട്ടല്ലോ? മലയ്ക്ക് പോവാൻ ഇവരെങ്ങനെയാ വീൽ ചെയറും വെച്ച്? അത് തന്നെയാ ഞങ്ങളും ചോദിച്ചു. അപ്പൊ അഹങ്കാരത്തോടു കൂടിയിട്ട് പറയാ, ഞങ്ങളെന്തായാലും പുറത്താക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ ഓരോരോ വ്യാമോഹങ്ങൾ. അവൻ എന്തായാലും മല കയറാനോ ചവിട്ടാനൊന്നും പറ്റില്ല, അത് ഉറപ്പാണ്. അയ്യപ്പസ്വാമിയെ കാണാനും കഴിയില്ല. അതൊക്കെ അവന്റെ ആഗ്രഹമല്ല, അവന്റെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ ആ മഹാലക്ഷ്മി, അവളുടെ ആഗ്രഹമാണെന്ന് മുത്തശ്ശി പറയുകയാണ്. അതിനിപ്പോ പറയാനുണ്ടോ, അവരാണ് കണ്ണേട്ടനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. എത്ര കാലമായി അയാൾ അടഞ്ഞുകൂടി ഇരുന്നുണ്ടായിരുന്നാണ്. പക്ഷെ ഇവര് വന്നതോട് കൂടിയിട്ട് എല്ലാം നശിച്ചു. എന്തായാലും അവരെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കണ്ണേട്ടൻ നമ്മുടെ പിടിവിട്ട് പോകുമെന്നൊക്കെ ഉണ്ണി പറയുകയാണ്. അങ്ങനെ ഈ സമയം ഉണ്ണി മറ്റൊന്നും കൂടി പറയുന്നുണ്ട്,
ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് 14 വർഷങ്ങൾക്ക് മുമ്പുള്ള തൃക്കാർത്തികയിലാണ് അച്ഛനും ഏട്ടനും മാലയിട്ടിരുന്നത്. അങ്ങനെ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് മലയ്ക്ക് പോകാമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അച്ഛനെ ആ ആക്സിഡന്റ് മരണത്തിലേക്ക് വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ഒന്ന് ഷോക്കാവുകയാണ്. എന്തായാലും ആ പ്രതാപന്റെ ഷോക്കിംഗ് എന്താണെന്ന് ഉണ്ണിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന ദിവസം വളരെ വിദൂരവുമല്ല. തന്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നുള്ള സത്യം ഉണ്ണിയും മഞ്ജുവും എല്ലാവരും തന്നെ അറിയാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് ശേഷമാണ് ഏട്ടൻ വീണ്ടും ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിരിക്കുന്നത്. ആ മാർക്കോയുടെയും അനന്തുവിന്റെയൊക്കെ ബലത്തിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, ഇനിയിപ്പോ ഉണ്ണിക്കുട്ടൻ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അവര് പോയിട്ട് വരട്ടെ, എന്തായാലും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുകയാണ്, അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ്. ഇന്ന് ആ ഗുരുസ്വാമികൾ വന്ന് പൂജ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി എന്നങ്ങനെ ഉണ്ണി പ്രതാപനോട് പറയുന്നു. എന്താണെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അയാളുടെ കാൽവിരലുകൾ, അതായത് ഇടത്തെ കാൽവിരലുകൾ ചലിപ്പിക്കുന്നതായിട്ട് തോന്നിയതാകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനും അമ്മയും ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണെന്നൊക്കെ പറയുകയാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും ആകെ ഷോക്കാവുന്നു. എന്തായാലും അവർക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയിൽ തന്നെയാണ് ഈ കള്ളക്കൂട്ടങ്ങൾ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.